ശാലോമിൽ കൂടി. അമ്മ കിളിക്കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരൂപമായി നമ്മുടെ ഇടയിൽ വസിച്ച ഈശോയുടെ വചനങ്ങൾ അറിയിച്ച 4 സുവിശേഷകർ, ഈശോയുടെ പ്രബോധനങ്ങൾ അറിയിച്ച ലേഖനങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, വെളിപാട്, ഇതെല്ലാം ചേർന്ന നമ്മുടെ ബൈബിൾ. ആ ബൈബിൾ പഠിക്കുക, ബൈബിളിനെ സ്നേഹിക്കുക എന്നീ ലക്ഷ്യവുമായി താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2 പേർ വീതമടങ്ങുന്ന 3 ടീമുകളാണ് നമുക്കിവിടെയുള്ളത്. ആദ്യത്തെ ടീം മിഖായേൽ, മിനി ജോസഫ്, സെന്റ് ജോസഫ്സ് ചർച്ച്, കുന്നമംഗലം. നിമ്മി ഷാജി, സെന്റ് ജോസഫ് ചർച്ച്, കുന്നമംഗലം. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു സപ്പോർട്ടിംഗ് ടീമുണ്ട്. അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. സെലിൻ ജെയ്സൺ, സെന്റ് ജോസഫ് ചർച്ച്, കുന്നമംഗലം. മേരി ജോണി, സെന്റ് ജോസഫ് ചർച്ച്, കുന്നമംഗലം. ബീന സെബാസ്റ്റ്യൻ, സെന്റ് ജോസഫ് ചർച്ച്, കുന്നമംഗലം. ബിന്ദു തോമസ്, സെന്റ് ജോസഫ് ചർച്ച്, കുന്നമംഗലം. ജിജി ജോസഫ്, സെന്റ് ജോസഫ് ചർച്ച്, കുന്നമംഗലം. ഇനി നമുക്ക് രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ, ഷിജി കുര്യൻ, സെന്റ് ആന്റണീസ് ചർച്ച്, ചെക്കട്ടപ്പാറ. രജിത ജിൻഷോ, സെന്റ് ആന്റണീസ് ചർച്ച്, ചെക്കട്ടപ്പാറ. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ആയിരിക്കും നമുക്ക് നോക്കാം. ടിന, സോണിയ, ജോബിത ജോർജ്, ജോളി വർഗീസ്, മഞ്ജു ബിജു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ, ഷാനി സണ്ണി, ലിറ്റിൽ ഫ്ലവർ ചർച്ച്, പുഷ്പഗിരി. മിനി സിജോ, ലിറ്റിൽ ഫ്ലവർ ചർച്ച്, പുഷ്പഗിരി. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ജിസി സെബാസ്റ്റ്യൻ, മേജോ ജിമ്മി, മിനി മാർട്ടിൻ, CCB, ഷിജി ജിമ്മി. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ ഫാദർ തോമസ് പുതിയപറമ്പിൽ. അദ്ദേഹം താമരശ്ശേരി രൂപത ആൽഫ മരിയ സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടറാണ്. നീണ്ട 15 വർഷമായി താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചു വരുന്നു. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഫാദർ അജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അജി അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കാൻ താമരശ്ശേരി രൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ സൈമൺ കിഴക്കേകുന്നൽ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശാലോം TV ജനറൽ മാനേജർ സിബി സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, ശാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും സംയുക്തമായി ചേർന്ന് ഒരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തിരുവചനങ്ങളെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും പഠിക്കുവാനും മനസ്സിൽ സൂക്ഷിക്കുവാനും വേണ്ടിയും തിരുസഭയെ ആഴത്തിൽ പഠിച്ച്
തിരുസഭയോട് ഏറെ സ്നേഹമുള്ളവരായി തീരുന്നതിനു വേണ്ടിയും സഹായിക്കുന്ന ഈ ബൈബിൾ ക്വിസ് കുടുംബത്തിൻ്റെ വിളക്കായ ഓരോ കുടുംബിനിയും തിരുസഭയ്ക്ക് പ്രകാശം കൂടി ആകുവാൻ ഉപകരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്രകാരം അമ്മമാർക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയ ശാലോം ടെലിവിഷന് താമരശ്ശേരി രൂപത മാതൃവേദിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും താമരശ്ശേരി രൂപതയുടെ മാതൃവേദി ഡയറക്ടർ എന്ന നിലയിൽ വിജയാശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ശാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെനുവേൽ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിന് ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ഈ പ്രോഗ്രാമിന് എല്ലാ പിന്തുണയും നമുക്ക് നൽകാം. കഴിയുന്നത്ര ആളുകൾ ഇത് വീക്ഷിക്കുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ഈ ക്വിസ് കോമ്പറ്റീഷനിലെ ആദ്യത്തെ ടീം അംഗങ്ങളാകുവാനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ടീം മിഖയേൽ, ടീം റഫായേൽ, ടീം ഗബ്രിയേൽ 3 ഇടവകകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. കുന്നമംഗലം, ചക്കിട്ടപ്പാറ, പുഷ്പഗിരി. നിങ്ങൾക്കെല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ദീർഘനാളത്തെ പഠനത്തിനും വായനയ്ക്കും ശേഷമാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് മാതാക്കളുടെ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുവാൻ എപ്പോഴും അല്പം ഭയപ്പാടാണ് എനിക്കും ഉള്ളത്. കാരണം അത്രമാത്രം തയ്യാറെടുപ്പോടുകൂടിയാണ് മാതാക്കൾ മത്സരിക്കാൻ വരാറുള്ളത്. 5 റൗണ്ടുകളുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷനാണിത്. വളരെ ലളിതമായ ചോദ്യങ്ങളൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 5 റൗണ്ടിൻ്റെ പ്രത്യേകതകൾ, നിബന്ധനകൾ, അതിൻ്റെ മാർക്കുകളെല്ലാം ആ റൗണ്ടിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കപ്പോൾ ചോദിക്കാം. 1-ാം റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ഈ ടീമിലെ മിഖയേൽ ടീമിലെയും മറ്റോരോ ടീമിലെയും ഓരോ അംഗത്തോടും ചോദ്യം ചോദിക്കും. ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം നിങ്ങളെല്ലാവരും എല്ലാ ഭാഗവും പഠിച്ചിട്ടുണ്ടോ എന്ന്, അതോ വീതം വെച്ചാണോ പഠിച്ചിരിക്കുന്നതെന്ന് ഒന്നറിയാനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം അതിലെ ഒരംഗത്തോടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഓരോ 15 മാർക്കായിരിക്കും അതിൻ്റെ സ്കോർ. ആ ടീം അംഗത്തിന് വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം തേടാം. സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായത്തോടു കൂടി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്. നിങ്ങൾക്കറിയില്ലെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ 5 മാർക്ക്. ശ്രദ്ധിക്കുക, ഈ ടീം അംഗങ്ങൾ തമ്മിൽ പരസ്പരം കൂടിയാലോചിക്കാൻ പാടുള്ളതല്ല. എന്നാൽ സപ്പോർട്ടിംഗ് ടീമിന് സഹായിക്കാം. ഇതിൻ്റെ നിബന്ധനകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 1-ാം റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ടീം മിഖായലിലെ 1-ാമത് നിൽക്കുന്ന ആളോടാണ്. 1-ാമത് നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് 1-ാമത് നിൽക്കുന്ന ആൾ. ചോദ്യം ഇതാ: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഏത്? അബ്രാഹത്തിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. ഉത്തരം ശരിയാണ്. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. ആ ടീമിന് 15 മാർക്ക് ലഭിക്കുന്നു. കൈയടിച്ചവർക്ക് ഒരു അഭിനന്ദനം കൊടുക്കാവുന്നതാണ്. ഇതിലെ ആദ്യത്തെ ചോദ്യം അവർ ഉത്തരം പറഞ്ഞിരിക്കുന്നു.
രണ്ടാമത്തെ ചോദ്യം ടീമിലെ രണ്ടാമത്തെ വ്യക്തിയോടാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ആ സ്വരം ഏതാണ്? ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ബൈബിളിനോട് ചേർന്ന് പറയണം. ഓരോ സുവിശേഷത്തിലും വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മത്തായിയുടെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിലും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിലുള്ള വാക്കുകളാണ് ഉച്ചരിക്കേണ്ടത്. ആദ്യത്തെ ഭാഗം ശരിയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സപ്പോർട്ടിംഗ് ടീമിലേക്ക് വരാം, ഇല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം എടുക്കാവുന്നതാണ്. സപ്പോർട്ടിംഗ് ടീമിലെ ആർക്ക് വേണമെങ്കിലും പറയാം. ഞാൻ പറയാം. ശരി. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഉത്തരം വളരെ ശരിയാണ്. ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 15 മാർക്ക് ലഭിക്കുന്നു. അപ്പോൾ ടീം മിഖായലിന് ഫസ്റ്റ് റൗണ്ടിൽ 30 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം രണ്ടാമത്തെ ടീമിനോടാണ്, ടീം റഫായേൽ. ടീം റഫായലിനോടും ചോദ്യം തിരുവചനം റൗണ്ടിലെ ചോദ്യം തിരുവചനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ കേന്ദ്ര പ്രമേയം എന്തായിരുന്നു? ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. പറയും. ഒന്നാമത്തെ ആള് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒന്നാമത്തെ ആളായിട്ട് പരിഗണിക്കും. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയോടാണ് ചോദ്യം. അവർക്ക് 15 പോയിന്റ് ലഭിക്കുന്നു. യേശുവിൻ്റെ മൂന്നാമത്തെ പ്രലോഭനത്തിന് ശേഷം, ശ്രദ്ധിക്കണം, മൂന്നാമത്തെ പ്രലോഭനം ഏതാണെന്ന് മനസ്സിൽ കരുതിയിരിക്കണം. മൂന്നാമത്തെ പ്രലോഭനത്തിന് യേശു സാത്താന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഓരോ പ്രലോഭനവും യേശു തിരുവചനം കൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്. മൂന്നാമത്തെ പ്രലോഭനത്തിന് യേശു സാത്താന് കൊടുക്കുന്ന മറുപടി എന്താണ്? സാത്താനെ ദൂരെ പോവുക. സാത്താനെ ദൂരെ പോവുക. ബാക്കിയും കൂടി ഉണ്ട്. പകുതി മാർക്കായിട്ട് തരാൻ പറ്റുകയില്ല. നമ്മുടെ ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത, പകുതി മാർക്കില്ല. അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം എടുക്കാവുന്നതാണ്. സാത്താനെ ദൂരെ പോകുക എന്ന് പറഞ്ഞാൽ പകുതി മാത്രമേ ആകുന്നുള്ളൂ. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. സാത്താനെ ദൂരെ പോവുക. എന്നെ അയച്ചത് എൻ്റെ കർത്താവ്. അത് സ്വന്തം വചനമാണ്, ദൈവത്തിൻ്റെ വചനമല്ല. അപ്പോൾ ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. പോകുന്നത് മൂന്നാം ടീമിലെ, ഗബ്രിയേൽ ടീമിലെ രണ്ടാമത്തെ വ്യക്തിയിലേക്കാണ് പോകുന്നത്. പറയാം. സാത്താനെ ദൂരെ പോവുക. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 5 പോയിന്റ് ലഭിക്കുന്നു. തിരുവചന റൗണ്ടിലെ മൂന്നാമത്തെ ടീമിനോടാണ് ചോദ്യം. ഗബ്രിയേൽ ടീമാണ് നിങ്ങൾ. പുഷ്പഗിരി എടവകയിൽ നിന്ന് വരുന്നു. ചോദ്യം ഇതാണ്. യേശയ്യാ പ്രവാചകൻ വഴി സ്നാപക യോഹന്നാനെ പറ്റി ഒരു തിരുവചനം അരുളി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വ്യക്തിയാണ് പറയേണ്ടത്. ഏതാണ് ആ തിരുവചനം? യൂദയായിലെ ബെത്ലഹേമേ. യേശയ്യാ പ്രവാചകൻ വഴി സ്നാപക യോഹന്നാനെ പറ്റി അരുളി ചെയ്യപ്പെട്ട തിരുവചനം ഏത്? മരുഭൂമിയിൽ വെച്ച് വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. ശരിയാണ്. സമയം തീരാൻ പോവുകയായിരുന്നു. എന്താണേലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 15 മാർക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയോടാണ് ചോദ്യം. രണ്ടാമത്തെ ടീം ഗബ്രിയേലിൻ്റെ രണ്ടാമത്തെ ആൾ തയ്യാറാകുക. യൂദയായിലെ ബെത്ലഹേമിനെ പറ്റി പ്രവാചകൻ എഴുതിയിരിക്കുന്നത് എന്ത്? യൂദയായിലെ ബെത്ലഹേമേ, നീ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും പിന്നിലല്ല. ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് കൃത്യമായിട്ട് പറയണം. ഏകദേശമൊക്കെ ശരിയാണ്. അത് ഒന്നും കൂടി ആവർത്തിക്കുക.
യൂദയായിലെ ബത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒന്നിനെ കഴിഞ്ഞും ഒട്ടും പിന്നിലല്ല, ഒട്ടും താഴെയല്ല. ഇസ്രായേലിനെ നയിക്കേണ്ടവൻ നിന്നിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. ഒന്ന് രണ്ട് വാക്ക് നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ, കാരണം അർത്ഥമൊന്നും മാറുന്നില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് പരിഗണിച്ച് തരാം. 15 മാർക്ക് കിട്ടുന്നു. യെസ്, ഒന്നാം റൗണ്ട് തിരുവചനം റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഓരോ ടീമിനും ലഭിച്ച മാർക്കുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതാണ്. ജോസ്മി, മാർക്കുകൾ ഒന്ന് പറയും. ഓരോ ടീമും നേടിയിരിക്കുന്ന പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 30 പോയിന്റ്, ടീം റാഫേൽ 15 പോയിന്റ്, ടീം ഗബ്രിയേൽ 35 പോയിന്റ്. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. വിഷ്വൽ റൗണ്ട്. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ഇതിൽ 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം അവിടെ കാണിക്കുന്ന വിഷ്വൽ നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അതിനുശേഷമുള്ള 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയണം. ആകെ 30 മാർക്ക്. ടീം അംഗങ്ങൾക്ക് തമ്മിൽ കൂടി ആലോചിച്ച് ഉത്തരം പറയാവുന്നതാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ ഉത്തരം പറയുമ്പോൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ 5 മാർക്ക് വീതം മൈനസ് ലഭിക്കും. 15 മാർക്ക് വരെയും മൈനസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ ഒരു രീതിയിൽ സഹായിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന് വേണമെങ്കിൽ ശരി ഉത്തരം പറയാം. അങ്ങനെ അവർ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് കിട്ടുകയില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മൈനസ് പോയിന്റ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ സപ്പോർട്ടിംഗ് ടീം നിങ്ങൾക്ക് വലിയൊരു സഹായമായിരിക്കും നൽകുന്നത്. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ, പ്രത്യേകിച്ച് ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കും. നിങ്ങൾക്ക് നിബന്ധനകൾ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരി, എന്ന മത്സരത്തിലേക്ക്. വിഷ്വല് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ചിത്രം അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ചിത്രത്തിലെ സുവിശേഷ സംഭവം അടയാളപ്പെടുത്തുക. യേശുവിന്റെ സ്വർഗ്ഗാരോഹണം. കറക്റ്റ് ആൻസർ ആണ്. 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികൾ ആയിരിക്കുകയും ചെയ്യും. എവിടെയൊക്കെ? ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും. കറക്റ്റ് ആൻസർ ആണ്. ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് 10 മാർക്ക് കൂടെ ലഭിക്കുന്നു. അവസാനത്തെ ചോദ്യത്തിലേക്ക്. യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നോക്കി നിന്ന ശിഷ്യന്മാരോട് 2 ദൂതന്മാർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? യേശു സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. ബൈബിളിൽ അതേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. മുഴുവൻ മാർക്കും ലഭിക്കുന്നു. 30 പോയിന്റ് ഈ റൗണ്ടിലെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. നിങ്ങളുടെ വിഷ്വല് ഉണ്ട്, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു പഠനഭാഗമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷ്വലാണ്. ഏത് കാര്യമാണ് അതിൽ കാണിക്കുന്നത്? ആ ചിത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. പന്തക്കുസ്ത അല്ലെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം. ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, റാഫേൽ ടീം. അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ആദ്യം ലഭിച്ച, പരിശുദ്ധാത്മാവിലൂടെ ഒരുപാട് വരങ്ങൾ ലഭിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്യും. എന്നാൽ പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പസ്തോലന്മാർക്ക് കിട്ടിയ ആദ്യത്തെ വരം ഏതായിരുന്നു? ഭാഷാവരം. ദാറ്റ്സ് കറക്റ്റ് ആൻസർ. ഭാഷണവരമാണ് കിട്ടിയത്. ഭാഷണവരം. ആ വരം കിട്ടിയത് കൊണ്ടാണ് അവർ സംസാരിച്ചത് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാകാനായിട്ട് സാധിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് 10 മാർക്കും കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. പന്തക്കുസ്ത ദിനത്തിൽ ആരവമുണ്ടായി. ഇവർക്ക് ഭാഷണ വരം ലഭിച്ചു. വിവിധ ഭാഷകൾ ഇവർ സംസാരിച്ചു. അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടി അത്ഭുതപ്പെട്ടു. എന്ത് കാര്യത്തിനെ സംബന്ധിച്ചാണ് അവിടെ കൂടി ജനങ്ങൾക്ക് അത്ഭുതമുണ്ടായത്? അവിടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ
താങ്കളുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ. ഓക്കെ, ശരിയാണ്. ശരിയായ ഉത്തരം നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. 10 മാർക്ക് കൂടെ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ നിങ്ങൾക്ക് 30 പോയിന്റ്. ഈ റൗണ്ടിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ടീം റഫായൽ 30 പോയിന്റുകൾ നേടുന്നു. ടീം ഗബ്രിയേലിലേക്ക് വരികയാണ്. നിങ്ങളുടെ വിഷ്വൽ ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നതാണ്. വിഷ്വലിലേക്ക് നോക്കുക. ആ വിഷ്വൽ കണ്ടിട്ടുണ്ട്. എന്താണ് ആ ചിത്രം അടയാളപ്പെടുത്തുന്ന വചനഭാഗം അല്ലെങ്കിൽ സുവിശേഷ സംഭവം? യേശുവിൻ്റെ ജ്ഞാനസ്നാനം. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടുന്നു, 10 മാർക്ക് കിട്ടുന്നു. അടുത്ത ചോദ്യം. തന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ വന്ന യേശുവിനെ എന്തു പറഞ്ഞാണ് സ്നാപകൻ തടയുന്നത്? ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് യോഹന്നാൻ തടസ്സം. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് സ്നാപകൻ യേശുവിനെ തടഞ്ഞു. ഉത്തരം ശരിയാണ്. നിങ്ങൾ 10 മാർക്ക് കൂടെ ലഭിക്കുന്നു. 20 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. മൈനസ് പോയിന്റ് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് നമ്മുടെ ചോദ്യം തീരുന്നില്ല. യേശു ഒരു മറുപടി പറഞ്ഞു. എന്താണ് യേശു സ്നാപകന് കൊടുത്ത മറുപടി? ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. യെസ്, കറക്റ്റാണ്. നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കേണ്ടത് നമുക്ക് ഉചിതമാണ്. അപ്പോൾ ഈ റൗണ്ടിലെ 30 മാർക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ 3 ടീമുകളും തുല്യത പാലിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് കാണുന്നത്. നമുക്ക് പോയിന്റ് നിലവാരം ഒന്ന് നോക്കാം. ജോസ്മി, പോയിന്റുകളൊന്ന് പറയും. രണ്ടാം റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ നേടിയിരിക്കുന്നത് 60 പോയിന്റാണ്. ടീം റാഫേൽ 45 പോയിന്റ്. ടീം ഗബ്രിയേൽ 65 പോയിന്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. റാപ്പിഡ് റൗണ്ട്. റാപ്പിഡ് റൗണ്ടിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. റാപ്പിഡ് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേഗത്തിൽ ഉത്തരം പറയേണ്ട ഒരു റൗണ്ടാണിത്. ഈ റൗണ്ടിൽ നിങ്ങളോട് 5 ചോദ്യങ്ങൾ ചോദിക്കും. 5 ചോദ്യങ്ങൾ വേഗത്തിൽ വേണമെങ്കിലും ചോദിക്കാം, ഞാൻ സാവകാശത്തിലും ചോദിക്കും. പക്ഷെ നിങ്ങൾ വേഗത്തിൽ ഉത്തരം പറഞ്ഞാൽ ഞാൻ തൊട്ടടുത്ത ചോദ്യം വേഗത്തിൽ ചോദിക്കും. 1 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ അവസരം തീരും. ഈ 1 മിനിറ്റിനുള്ളിൽ 5 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. 30 മാർക്ക് നേടിയാൽ നിങ്ങൾക്കൊരു 10 മാർക്ക് ബോണസ് പോയിന്റും കിട്ടും. അങ്ങനെ 40 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ മൈനസ് ഉണ്ടായിരിക്കുകയില്ല. കൂടി ആലോചിച്ച് വേണമെങ്കിൽ ഉത്തരം പറയാം. പക്ഷെ ഒത്തിരി ആലോചിക്കാൻ പോയാൽ സമയം പോകും. സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം ഇവിടെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതല്ല. നിങ്ങൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം പോകുന്നത് ഗബ്രിയേൽ ടീമിനോടാണ്. മൈക്കെടുത്ത് കയ്യിൽ റെഡിയായി പിടിച്ചുകൊള്ളുക. ഉത്തരം ശരിയായി പറയുക. ഉത്തരം ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയുകയില്ല. ഇവിടുന്ന് മറുപടി യാതൊന്നും പറയുകയില്ല. അവസാനം നിങ്ങളോട് കൃത്യമായിട്ട് പറയും നിങ്ങളുടെ ഉത്തരം ശരിയോ തെറ്റോ എന്ന് പറയുന്നതായിരിക്കും. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബൈബിളിൻ്റെ ലത്തീൻ തർജ്ജമയുടെ പേര് എന്ത്? ഉൾഗാത്ത. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അനുകരണങ്ങളെ വിളിക്കുന്ന പേരെന്ത്? അപ്പോക്രിഫ. സുവിശേഷകന്മാരിൽ യേശുവിൻ്റെ അപ്പസ്തോലന്മാരായിട്ടുള്ളത് ആരൊക്കെ? മത്തായി, യോഹന്നാൻ. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം എന്ത്? കാള. മാതാവിൻ്റെ അമലോത്ഭവ സത്യം പ്രഖ്യാപിച്ച മാർപ്പാപ്പ? 12ാം പിയൂസ് മാർപ്പാപ്പ. ഒന്നാമത്തെ ഉത്തരം ഉൾഗാത്ത ശരിയാണ്. 2 അപ്പോക്രിഫൽ, 3 മത്തായി യോഹന്നാൻ, 4 കാള, 5 9ാം പിയൂസ് മാർപ്പാപ്പയാണ്. 24 മാർക്ക് ആ ടീമിന് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. ശ്രദ്ധിക്കുക, നിയമങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഏത് ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത്? ഹീബ്രു. ബൈബിളിൻ്റെ സുറിയാനി തർജ്ജമയുടെ പേര് എന്ത്? ശീത. ബൈബിൾ രചനയിലുള്ള ദൈവനിവേശനത്തെ നിർവചിച്ച മാർപ്പാപ്പ?
സൂനോദോസ് അല്ല, മാർപ്പാപ്പ. 13 ലയോ 13. ഈശോ വധിക്കപ്പെട്ട കാലത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു? കയ്യഫാസ്. 5-ാമത്തെ ചോദ്യം, റോസറി എന്ന പദത്തിന്റെ അർത്ഥം? റോസാപ്പൂക്കളുടെ പൂന്തോട്ടം. റോസാപ്പൂക്കളുടെ പൂന്തോട്ടം. അവർ 5ഉം ശരിയായി ഉത്തരം നൽകിയിരിക്കുന്നു. 30 പോയിന്റ് അവർക്ക് ലഭിക്കുന്നു. കൂടാതെ 10 ബോണസ് പോയിന്റും അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ 40 മാർക്ക് ഈ ടീം ഇപ്പോൾ നേടിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം റാഫേൽ ടീമിനോടാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. നിയമങ്ങൾ നിങ്ങൾക്കറിയാം, ശ്രദ്ധിക്കുക. സുവിശേഷങ്ങളിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട്? സുവിശേഷങ്ങൾ. ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് പാസ് ചെയ്തോളൂ, സമയം പോകും നിങ്ങളുടെ. പാസ്. മർക്കോസ് സുവിശേഷത്തിന്റെ പ്രതീകം എന്ത്? പാസ്. വെളിപാട് ഗ്രന്ഥം രചിക്കപ്പെട്ട ദ്വീപ് ഏത്? നാലാമത്തെ ചോദ്യം പാസ്സാണോ നിങ്ങൾക്ക്? കെനോസിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ത്? അഞ്ചാമത്തത്, നവംബർ 21 മാതാവിന്റെ ഏത് തിരുനാളാണ് ആഘോഷിക്കുന്നത്? നവംബർ 21. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് പോയിന്റുകളൊന്നും ലഭിക്കുന്നില്ല. ശരി ഉത്തരങ്ങൾ പറയാം. സുവിശേഷങ്ങളിൽ ആകെ 89 അധ്യായങ്ങളാണുള്ളത്. മർക്കോസ് സുവിശേഷത്തിൻ്റെ പ്രതീകം സിംഹമാണ്. വെളിപാട് ഗ്രന്ഥം രചിക്കപ്പെട്ട ദ്വീപ് പാത്മോസ്. കെനോസിസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ശൂന്യമാക്കൽ. നവംബർ 21 മാതാവിൻ്റെ സമർപ്പണ തിരുനാൾ ദിവസമാണ്. അടുത്ത അപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ കഴിയുമ്പോൾ ഓരോ ടീമിൻ്റെയും ആകെ സ്കോർ എത്രയാണെന്ന് പറയുക. 3-ാം റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ നേടിയിരിക്കുന്നത് 100 പോയിന്റാണ്. ടീം റാഫേൽ 45 പോയിന്റ് നേടിയിരിക്കുന്നു. ടീം ഗബ്രിയേൽ 89 പോയിന്റ്. ഈ റൗണ്ട് സപ്പോർട്ടേഴ്സിനുള്ള റൗണ്ടാണ്. സപ്പോർട്ടേഴ്സ് മാത്രമേ ഇതിൽ പങ്കെടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആകെ 6 ചോദ്യങ്ങളുണ്ടാവും. ആദ്യത്തെ ചോദ്യം പൊതുവായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. പൊതുവായിട്ടുള്ള ചോദ്യത്തിന് ടീം മെമ്പേഴ്സിന് കൂടി ആലോചിച്ച് മറുപടി പറയാം. 30 സെക്കൻഡിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. ബാക്കി ഓരോ ചോദ്യവും ഓരോ വ്യക്തിയോടുമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും കൂടി ആലോചിക്കാനോ സഹായിക്കാനോ പാടുള്ളതല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ടീമിൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് മാറുകയാണ്. ഈ സപ്പോർട്ടേഴ്സ് റൗണ്ടിലൂടെ 50 മാർക്കാണ് മൊത്തം ലഭിക്കുക. ആകെ മാർക്കിൻ്റെ 25% മാർക്ക് സപ്പോർട്ടേഴ്സിൻ്റെ സംഭാവനയാണ്. ആദ്യത്തെ ചോദ്യം പോകുന്നത് മിഖായേൽ ടീമിൻ്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ഇതാണ്: യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല. യഥാർത്ഥ പരിച്ഛേദനം എവിടെയാണ് നടക്കുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം കോമൺ ക്വസ്റ്റ്യൻ ആണ്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഹൃദയത്തിലാണ്. കറക്റ്റ് ആൻസർ ആണ്. ഹൃദയത്തിൽ ആ ടീമിന് 20 മാർക്ക് ലഭിക്കുന്നു. 20 മാർക്ക്. ഇനിയുള്ള ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 6 മാർക്ക് വീതമാണ്. ഓരോരുത്തരും ഉത്തരം പറയുക. ആദ്യം മൈക്ക് പിടിക്കുന്ന ആൾ ആദ്യം പറയുക. എളുപ്പത്തിന് വേണ്ടി ഏറ്റവും മുകളിൽ തന്നെ തുടങ്ങിക്കൊള്ളുക. ഒന്നാമത്തെ ചോദ്യം: യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ രചനാ കാലഘട്ടം ഏത്? അറിയില്ല. ശരി ഉത്തരം ഞാൻ തന്നെ പറയുകയാണ്. AD 62 മുമ്പ്. രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ആളോട്: പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം എപ്രകാരമുള്ളതാണ് എന്നാണ് യാക്കോബിൻ്റെ ലേഖനം പഠിപ്പിക്കുന്നത്? കൂടെ ഇരിക്കുന്നവർ സഹായിക്കരുത്. കൂടെ ഇരിക്കുന്നവർക്ക് അറിയാമായിരിക്കും. അറിയില്ല. ഉത്തരം ശരി ഉത്തരം ഇപ്രകാരമാണ്: നിർജീവമാണ് അല്ലെങ്കിൽ മൃതമാണ്. മൂന്നാമത്തെ ചോദ്യം:
മൂന്നാമത്തെ ആളോട്. യോഹന്നാൻ്റെ വെളിപാട് ഗ്രന്ഥം എഴുതുന്നത് ആരെ നിശ്ചിത സംബോധന ചെയ്തുകൊണ്ടാണ്? നിശ്ചിത ഒരു സഭയാകാം, വ്യക്തികളെയാകാം, സംബോധന ചെയ്തുകൊണ്ടാണ്. ആരെ സംബോധന ചെയ്തുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ വെളിപാട് ഗ്രന്ഥം എഴുതുന്നത്? പറഞ്ഞോളൂ. തിയോഫിലോസ്. ഉത്തരം തെറ്റാണ്. ഏഷ്യയിലുള്ള 7 സഭകളെ. അടുത്ത ചോദ്യം. കേരളത്തിൽ നിപ്പ ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പ് കോഴിപ്പനി വന്നു, പന്നിപ്പനി വന്നു, പല പനികളും വന്നു. എബോള എന്ന പനി, പകർച്ചപ്പനി, ഒരു രാജ്യത്തെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ രാജ്യത്തെ കത്തോലിക്ക സഭ, കോങ്കളീസ് കാത്തലിക് ചർച്ച്, അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കോങ്കളീസ് കത്തോലിക്ക സഭാ സമൂഹം അല്ലെങ്കിൽ കോങ്കളീസ് കത്തോലിക്ക സഭ ഏത് രാജ്യത്താണ് ഉള്ളത്? ആ രാജ്യത്തിൻ്റെ പേര് അറിയില്ല. ശരി ഉത്തരം. മറ്റ് സപ്പോർട്ടിംഗ് ടീമിലുള്ളവർക്കും അറിയാമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അടുത്ത ചോദ്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ നയം മാറ്റി എഴുതാൻ പോവുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയം വരുന്നു. അതിൻ്റെ കരട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര മാനവശേഷി വികസന വകുപ്പ് മന്ത്രി? ഇംഗ്ലീഷിൽ അതിന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ. ചുരുക്കി പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് വേണമെങ്കിലും പറയാം. ആരാണത്? അറിയില്ലെങ്കിൽ മറ്റ് സപ്പോർട്ടിംഗ് ടീമിലുള്ളവർക്ക് പറയാം. അവർക്ക് പിന്നീട് സമ്മാനം നൽകുന്നതാണ്, പോയിന്റ് നൽകുന്നതല്ല. ശരി ഉത്തരം രമേശ് പോഖ്രിയാൽ നിശാങ്ക്, പുതിയ വകുപ്പ് മന്ത്രിയാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 20 പോയിന്റാണ് സപ്പോർട്ടിംഗ് ടീമിന് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ടീമിലേക്ക് പോവുകയാണ്. റാഫേലിൻ്റെ ടീമിലേക്ക് പോവുകയാണ്. റാഫേൽ ടീമിനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. കോപ്റ്റിക് സഭയുടെ പാത്രിയാർക്കീസിൻ്റെ പേര് എന്ത്? ഓഗസ്റ്റ് മാസത്തിൽ ഷാലോം ടൈംസിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പാസ് പറയാം. അറിയില്ല. മറ്റ് സപ്പോർട്ടിംഗ് ടീമിലുള്ളവർക്ക് പറയാം. ഇബ്രാഹിം ഇസാഖ് സെദ്രാഖ്. അടുത്ത ചോദ്യം നിങ്ങളോട് തന്നെയാണ്. ആദ്യത്തെയാൾ. സെയിൻറ്റ് പാട്രിക് കത്തീഡ്രൽ, അതിൻ്റെ പുനരുദ്ധാരണത്തിന് 1.5 ബില്യൺ $1.5 ബില്യൺ നൽകിയിരിക്കുകയാണ് ഒരു രാജ്യം. പാട്രിക് കത്തീഡ്രൽ എന്ന് പറയുന്ന കത്തീഡ്രലിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി വലിയൊരു തുകയാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഒരു അയൽരാജ്യമാണ് ഇത് നൽകിയിരിക്കുന്നത്. ഏത് രാജ്യം? പറഞ്ഞോളൂ. ഫ്രാൻസ് അല്ല. മറ്റ് ടീം അംഗങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ. ഇറ്റ്സ് പാകിസ്ഥാനാണ് ഇപ്രകാരം വലിയൊരു തുക നൽകിയിരിക്കുന്നത്. പല നന്മകളും ഉണ്ടെങ്കിലും എഫോസസിലെ സഭയോട് വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് പല നന്മകളും ഉണ്ടെങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ്? അറിയില്ല. ഇത് മിക്കവാറും കുടുംബജീവിതത്തിലൊക്കെ പലപ്പോഴും പറയുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചില സമയത്തെങ്കിലും പറയുന്നതാണ്. മറ്റ് ടീം അംഗങ്ങൾക്ക് പറയാം. നിനക്ക് ആദ്യമേയുള്ള സ്നേഹം, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. പ്രത്യേകമായിട്ട് ഇത് കുറിച്ച് വെക്കുക. എപ്പോഴെങ്കിലും കുടുംബജീവിതത്തിൽ വഴക്കുണ്ടാകുകയാണെങ്കിൽ വചനം കോട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു ഭാഗമാണിത്. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം കൈവടിഞ്ഞു എന്നുള്ളതാണ്. മാർക്കില്ല. അടുത്ത ചോദ്യം മൂന്നാമത്തെ ആളോടാണ്. കേൾവി, സംസാരം, കോപം,
ഇവയെപ്പറ്റി വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ഉപദേശമെന്ത്? അല്ലെങ്കിൽ യാക്കോബിൻ്റെ ഉപദേശമെന്ത്? കേൾവി, സംസാരം, കോപം, ഇത് എങ്ങനെയുള്ളതായിരിക്കണം? അറിയില്ല. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളിലേക്ക് അവർക്ക് അറിയാമെങ്കിൽ അവരാദ്യം പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാം. കേൾക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരും സംസാരിക്കുന്നതിൽ മന്ദഗതിയുള്ള. പറഞ്ഞോളൂ. സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും. അതാണ് ശരി ഉത്തരം. ശരി ഉത്തരം പറഞ്ഞില്ല. കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരായിരിക്കണം, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരായിരിക്കണം, കോപിക്കുന്നതിൽ മന്ദഗതിക്കാർ. അടുത്ത ചോദ്യം നാലാമത്തെ ആളോടാണ്, നാലാമത്തെ ടീം മെമ്പറോടാണ്. മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല, എന്തുകൊണ്ട്? എൻ്റെ ഭാഗത്തും തെറ്റുള്ളതുകൊണ്ട്. നിന്റെ ഭാഗത്തും തെറ്റുകൾ ഉള്ളതുകൊണ്ട്. വചനത്തിന്റെ രീതിയിലൊന്ന് പറഞ്ഞാൽ. ഞാൻ ആ ടീമിന് 5 പോയിന്റ് നൽകുകയാണ്. വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നതുകൊണ്ട് 5 മാർക്ക്, 6 മാർക്ക് ആ ടീമിന് ലഭിക്കുന്നു. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സമാന്തര സുവിശേഷങ്ങൾ ഏതൊക്കെ? 4 സുവിശേഷങ്ങളാണുള്ളത്. അതിൽ സമാന്തര സുവിശേഷങ്ങളുണ്ട്. മത്തായി, മാർക്കോസ്. പറഞ്ഞോളൂ. മത്തായി, മാർക്കോസ്, ലൂക്ക. മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ലൂക്ക, യോഹന്നാൻ. യോഹന്നാൻ. ഉത്തരം തെറ്റിപ്പോയി. ശരിയായി വന്നതായിരുന്നു. സപ്പോർട്ടിംഗ് ടീമിൽ അറിയാവുന്നവർ കൈപൊക്കാം. മത്തായി, മാർക്കോസ്, ലൂക്ക പലരും പറഞ്ഞിട്ടുണ്ട്. അതാണ് സമാന്തര സുവിശേഷങ്ങൾ. യോഹന്നാൻ അതിൽ ഉൾപ്പെടുകയില്ല. ആ ടീമിന്, സപ്പോർട്ടിംഗ് ടീമിൻ്റെ റാഫേൽ ടീമിന് 6 പോയിന്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. മൂന്നാമത്തെ ടീമിനോടാണ് ചോദ്യം. ഗബ്രിയേൽ ടീമാണ്. ഗബ്രിയേൽ ടീമും മിഖായേൽ ടീമും അടുത്തടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഓരോ പോയിന്റും നിങ്ങളുടെ ടീമിൻ്റെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യം ഇതാണ്. മറിയം ത്രേസ്യ, കേരളത്തിന് അഭിമാനിക്കാം. കേരളത്തിൻ്റെ വിശുദ്ധ ആരാമത്തിൽ ഒരു വിശുദ്ധ പുഷ്പം കൂടി വിരിയുന്നു. എൻ്റെ ചോദ്യം, അന്നേ ദിവസം തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കർദിനാളുണ്ട്. ആ കർദിനാളിൻ്റെ പേരെന്ത്? കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ. കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് 20 മാർക്ക് ലഭിക്കുന്നു. ഇനി ഓരോരുത്തരോടാണ് ചോദ്യം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകം എന്ത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകം. കൂടെയുള്ളവർ സഹായിക്കരുത്, ഒറ്റയ്ക്ക് ഉത്തരം പറയേണ്ടതാണ്. കഴുകൻ. ശരി ഉത്തരമാണ്, കഴുകനാണ്. 6 മാർക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം. പഴയ നിയമം ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന സുവിശേഷം ഏത്? ലൂക്കായുടെ സുവിശേഷം. തെറ്റിപ്പോയി. അടുത്ത ചോദ്യം. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഏത് സഭയോടാണ് വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്? മരണം വരെ വിശ്വസ്തനായിരിക്കുക. എവിടത്തെയാണ്? അല്ല, തെറ്റാണ്. സ്മിർനായിലെ സഭയോടാണ് പറയുന്നത്. അടുത്ത ചോദ്യം. പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം? അടുത്തയാൾ. ക്ഷമയോടെ നീ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. എല്ലാ മരിച്ചടക്കിലും നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാണ്. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നീ നേടുക എന്ന് പറഞ്ഞാണ് പുരോഹിതൻ മരിച്ചു കിടക്കുന്ന ആളുടെ തലയിൽ കിരീടം വെക്കുന്നത്. അപ്പോഴൊക്കെ അത് ഓർത്തിരിക്കേണ്ടതാണ്. അവസാനത്തെ ചോദ്യം ഈ ടീമിനോട്, ആ ടീമിനോടാണ്. സ്നേഹഗീതം സ്പാനിഷ് സാഹിത്യത്തിലെ മുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സ്നേഹഗീതം 40 ശ്ലോകങ്ങളുള്ള ഈ ഗീതം രചിച്ചത് ആര്?
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഏറെ സ്വാധീനിച്ച ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. വിശുദ്ധൻ രചിച്ചതാണ്. അറിയില്ലെങ്കിൽ മറ്റ് ടീം അംഗങ്ങൾ അവിടെ സപ്പോർട്ടിംഗ് ടീമിലുള്ള അറിയാവുന്നവർക്ക് പറയാം. വിശുദ്ധ തോമസ് മൂർ. വിശുദ്ധ തോമസ് മൂർ. ഉത്തരം തെറ്റാണ്. ബാക്കി ടീം അംഗങ്ങൾക്ക് അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, മൈക്കിലൂടെ പറയും. വിശുദ്ധ യോഹന്നാൻ ക്രൂസ്. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് അല്ലെങ്കിൽ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ആ ടീമിന് നിലവിൽ കിട്ടുന്നത് 20 പോയിന്റും പിന്നെ 6 മാർക്ക്, 26 പോയിന്റുകൾ ആ ടീമിന് ലഭിക്കുന്നു. മറ്റു ഉത്തരവൊന്നും അവരുടെ ശരിയായിട്ടില്ല. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ 2 ടീമുകൾ തമ്മിൽ. ഈ റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള പോയിന്റ് നിലവാരം ഇപ്പോൾ ജോസ്മി അറിയിക്കുന്നതാണ്. ജോസ്മിയെ ക്ഷണിക്കുന്നു, പറയൂ. വാശിയേറിയ ഈ 4 റൗണ്ടുകൾ അവസാനിച്ചപ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 150 പോയിന്റ്, ടീം റാഫേൽ 50 പോയിന്റ്, ടീം ഗബ്രിയേൽ 139 പോയിന്റ്. മെഗാ ബോണസ് റൗണ്ടിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. മെഗാ ബോണസ് റൗണ്ട് ടീം മെമ്പേഴ്സ് മാത്രമേ ഇതിൽ ഉത്തരം പറയാൻ പറ്റുള്ളൂ. സപ്പോർട്ടിംഗ് ടീമിന് വലിയൊരു സഹായം ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സപ്പോർട്ടിംഗ് ടീമിന് പങ്കെടുക്കാനായിട്ട് പറ്റുന്നതല്ല. രണ്ടാമത്തെ കാര്യം, ഈ റൗണ്ടിൽ ബോണസ് പോയിന്റും ഉണ്ട്, മൈനസ് പോയിന്റും ഉണ്ട്. ശ്രദ്ധിക്കുക, ബോണസും കിട്ടും മൈനസും കിട്ടും. 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ചോദ്യത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ പറയാം, ഈ ചോദ്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. പങ്കെടുത്താൽ തന്നെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് വേണം. ആ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. പിന്നീട് വീണ്ടും ചോദിക്കും, രണ്ടാമത്തെ ചോദ്യം വേണമെന്ന് പറഞ്ഞാൽ വീണ്ടും ചോദിക്കും. അപ്പോൾ ആ ചോദ്യം ശരി ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 15 മാർക്ക്. നാലാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാലോ 20 മാർക്ക്. അങ്ങനെ ആകെ 50 മാർക്ക് നേടിയെടുക്കാനുള്ള സുവർണ അവസരമാണ് ഈ ഫൈനൽ റൗണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏതെങ്കിലും ഉത്തരം തെറ്റിപ്പോയാൽ ആ ചോദ്യത്തിൻ്റെ മാർക്ക് എത്രയാണോ അത്രയും മാർക്ക് മൈനസ് ആകും. 20 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 20 മൈനസ് കിട്ടും. 15 ആണെങ്കിൽ 15 മൈനസ് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് ഈ ചോദ്യത്തിൽ നിങ്ങൾ ഇടപെടുക. ഈ ചോദ്യം ആദ്യം ചോദിക്കുന്നത് ഇവരോടാണ്, റാഫേൽ ടീമിനോടാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ നിബന്ധനകൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യം വേണമോ വേണ്ടയോ? നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദ്യത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാം. കിട്ടിയാൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ തോൽപ്പിക്കാനുള്ള അവസരമായി. യെസ് പറയുന്നു. ധൈര്യമായിട്ട് യെസ് പറയുക. യെസ് ആണ്. ചോദ്യം ഇതാണ്: ഹെറോദോസ് രാജാവിൻ്റെ മരണത്തിനു ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് നൽകിയ സന്ദേശം എന്ത്? തിരിച്ച് കാനാൻ ദേശത്തേക്ക് പോവുക. തിരിച്ചു പോവുക. തിരിച്ച് കാനാൻ ദേശമല്ല, ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ആരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകണം? സവിത ഒറ്റയ്ക്ക് പോയാൽ മതിയോ? മാതാവിനെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. നിങ്ങൾക്ക് ഞാൻ 5 പോയിന്റ് നൽകുകയാണ്. 5 പോയിന്റ്. അത് മുഴുവൻ ശരി ഉത്തരം എന്ന് പറയാൻ പറ്റിയല്ല, എന്നാൽ നിങ്ങൾക്ക് 5 പോയിന്റ് നൽകുന്നു. അടുത്ത ചോദ്യം വേണോ വേണ്ടയോ? അടുത്ത 10 മാർക്കിന്റെ ചോദ്യമാണ്. യെസ് ഓർ നോ? ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇത് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം ഗബ്രിയേൽ ടീമിനോടാണ്. ഫൈനൽ റൗണ്ട് ചോദ്യമാണ്. ബോണസും ഉണ്ട് മൈനസും ഉണ്ട്. ചോദ്യം ചോദിക്കുന്നത് വിജ്ഞാന മുത്തുകളിൽ നിന്നാണ്. പ്രത്യേകിച്ച് മാതാവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്.
ചോദ്യം വേണമോ വേണ്ടയോ? വേണം. യെസ്, ഓക്കെ. ചോദ്യം ഇതാണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, ഡിസംബർ 8 മാതാവിൻ്റെ ഏത് തിരുനാളാണ് ആഘോഷിക്കുന്നത്? മാതാവിൻ്റെ അമലോത്ഭവം. മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ശരി ഉത്തരമാണ്. 5 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്തത് 10 മാർക്കിൻ്റെ ചോദ്യമാണ്. വേണോ വേണ്ടയോ? വേണം. മരിയൻ വർഷത്തോടനുബന്ധിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനത്തിൻ്റെ പേരെന്ന്? രക്ഷകന്റെ അമ്മ. രക്ഷകന്റെ അമ്മ കറക്റ്റ് ആൻസറാണ്. നിങ്ങൾക്കിതാ വീണ്ടും 10 മാർക്ക് കൂടെ ലഭിക്കുന്നു. 15 മാർക്ക് ഇപ്പോൾ കിട്ടി. അടുത്ത ചോദ്യം 15 മാർക്കിൻ്റെ ചോദ്യമാണ്. കിട്ടിയാൽ 15 കൂടി കിട്ടും, പോയാൽ 15 പോകും. ചാൻസ് ഉണ്ട്, അപകടമുണ്ട്. മുന്നോട്ട് പോകണോ, സ്റ്റോപ്പ് ചെയ്യണോ? ക്വിറ്റ് ചെയ്യുന്നോ, പ്രൊസീഡ് ചെയ്യുന്നു? മുന്നോട്ട് നീങ്ങുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങളൊക്കെ കൊന്ത ചൊല്ലുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ദിവസവും, പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയിലെ മാതൃസംഘം കൊന്ത ചൊല്ലുന്ന കാര്യത്തിലൊക്കെ വളരെ തീക്ഷ്ണതയുള്ളവരാണെന്നാണ് കേട്ടിട്ടുള്ളത്. കൊന്തയുടെ അവസാനം ചൊല്ലുന്ന ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ. ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് ആരാണ്? ഇതിങ്ങനെ ചൊല്ലാൻ പഠിപ്പിച്ചത് ആരാണ്? മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ. കറക്റ്റ് ആൻസർ ആണ്. മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇത് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് 15 മാർക്ക് കൂടെ കിട്ടുന്നു. ഇപ്പോൾ 15, 10, 25, 25, 5, 30 മാർക്ക് നേടിയിരിക്കുന്നു. അവസാനത്തെ 20 മാർക്കിൻ്റെ ചോദ്യമാണ്. വേണോ വേണ്ടയോ? വേണം. ശരി, ചോദ്യം ഇതാണ്, ലുത്തിനിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആവർത്തിച്ച് ഉറപ്പായി ചൊല്ലുന്ന പ്രാർത്ഥന. ആവർത്തിച്ച് ഉറപ്പായി ചൊല്ലുന്ന പ്രാർത്ഥന. നിങ്ങൾക്ക് 20 പോയിന്റും കൂടെ കിട്ടിയിരിക്കുന്നു. ഈ റൗണ്ടിലെ 50 മാർക്ക് നിങ്ങൾ നേടിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഫൈനൽ റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. വിജ്ഞാന മുത്തുകളിൽ നിന്നാണ് ചോദിക്കുന്നത്, ബൈബിൾ പഠന ഭാഗത്ത് നിന്ന്. നിങ്ങൾ ചോദ്യത്തിൽ പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, ബൈബിൾ എഴുതാൻ കടലാസിന് പകരം ആദ്യം ഉപയോഗിച്ചിരുന്ന വസ്തു ഏതാ? പാപ്പിറസ്. ശരിയായ ഉത്തരമാണ്. 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം വേണമോ വേണ്ടയോ? 10 മാർക്കിൻ്റെ ചോദ്യമാണ്. അധ്യായങ്ങൾ തുടർച്ചയില്ലാതെ കാണപ്പെടുന്ന ബൈബിളിലെ പുസ്തകം ഏതാണ്? എസ്തേർ. ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് കൂടി ലഭിക്കുന്നു. ഇപ്പോൾ മൊത്തം നിങ്ങൾക്ക് 15 മാർക്കായി. മൈനസ് മാർക്കൊന്നും കിട്ടിയിട്ടില്ല. അടുത്ത ചോദ്യം 15 മാർക്കിൻ്റെയാണ്. ചോദ്യത്തിൽ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യും. ചോദ്യം ഇതാണ്, ഏഷ്യയിൽ ആദ്യമായി പുതിയ നിയമം അച്ചടിച്ചത് ഏത് ഭാഷയിൽ? ശ്രദ്ധിക്കണം, ഏഷ്യയിൽ ആദ്യമായി പുതിയ നിയമം അച്ചടിച്ചത് ഏത് ഭാഷയിൽ? തമിഴിൽ. കറക്റ്റാണ്, തമിഴിലാണ്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും 15 മാർക്കും കൂടി ലഭിക്കുകയാണ്. അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് വീണ്ടും നിങ്ങളോട് ചോദിക്കട്ടെ, 4ാമത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടിയാൽ 20 മാർക്ക് കൂടി കിട്ടും. നിങ്ങൾ ചോദ്യം തെറ്റിച്ചാൽ നിങ്ങളുടെ 20 മാർക്ക് നഷ്ടപ്പെടും. വേണമോ വേണ്ടയോ? വേണം. ഗലീലി കടൽ സുവിശേഷത്തിൽ മിഴിവാർന്നു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈശോയുടെ ജീവിതത്തിൻ്റെ പല സംഭവങ്ങളും ഗലീലി കടലുമായി ചുറ്റപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദ്യം ഇതാണ്, ഗലീലി കടലിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന മറ്റ് 2 പേരുകൾ ഏതൊക്കെ? ഗനേസറത്ത് തടാകം, തിബേരിയൂസ് തടാകം. ഗനേസറത്ത് തടാകം, തിബേരിയൂസ് തടാകം. ശരിയായ ഉത്തരമാണ്. നിങ്ങൾ ഈ റൗണ്ടിലെ മുഴുവൻ പോയിന്റ് നേടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. എല്ലാ റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം നല്ല ഒരു പ്രകടനം നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുങ്ങിയാണ് വന്നത് എന്ന് മനസ്സിലാക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷ രീതിയിലായിരിക്കില്ല ചോദ്യം വന്നത്. അത് ചിലപ്പോൾ ചില ടീമുകളെ ബാധിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ആരും വിചാരിക്കേണ്ടതില്ല. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സ്കോർ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ജോസ്മി, റൗണ്ട് അവസാനിക്കുമ്പോൾ ആകെയുള്ള സ്കോർ ഒന്ന് പറയുക. 5 റൗണ്ടുകളും അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ടീം മിഖായേൽ 170 പോയിന്റ്. 2ാം സ്ഥാനം ടീം ഗബ്രിയേൽ 165 പോയിന്റ്. ടീം റാഫേൽ നേടിയിരിക്കുന്നത് 56 പോയിന്റ്. കുന്നമംഗലം സെയിൻറ്റ് ജോസഫ് ഇടവകയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ടീമും മിഖായേൽ ടീമും അതുപോലെ തന്നെ പുഷ്പഗിരി ഇടവകയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ഗബ്രിയേൽ ടീമും
അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരു ടീം ഈ മത്സരത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഈ മത്സരത്തിൽ പങ്കെടുത്തതിലൂടെ, അവിടുത്തെ ഇത്രയും ആളുകളുടെ പങ്കെടുത്തതിലൂടെ വലിയൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ തോൽവി ഒരിക്കലും ഒരു തോൽവിയല്ല. വീണ്ടും നിങ്ങൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. നിങ്ങൾ തോറ്റാലും ജയിച്ചാലും വചനം പഠിച്ചു എന്നുള്ള വലിയ സമ്മാനം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അടുത്ത റൗണ്ടിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. മൈനസ് പോയിന്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഏത് തിന്മ ചെയ്യുന്നവർക്കാണ് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും? ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക? പിന്നോട്ട് പോയാൽ ശരിയാവില്ല. കാരണം തൊട്ടടുത്ത് നിൽക്കുന്നവർ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. യെസ്, ചോദ്യം ഇതാണ്. ഈ പ്രോഗ്രാം ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ശാലോം ഒരുക്കിയ ഈ വലിയ വിരുന്നിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്.